വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുത്തഞ്ചിറ മണ്ഡലം കർഷക കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ മാർച്ച് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പനങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. പുത്തഞ്ചിറ പുഞ്ചപ്പാട് ശേഖരങ്ങളിൽ കനത്ത ചൂട് മൂലം കൃഷിനാശം സംഭവിച്ച നെൽ കർഷകർക്ക് അടിയന്തര നഷ്ടപരിഹാരം അനുവദിക്കുക, കരിങ്ങാച്ചിറയിൽ ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിന് സ്ഥിര സംവിധാനം ഏർപ്പെടുത്തുക, ഉഴവ് സബ്സിഡി അനുവദിക്കുക, ജാതിവാഴ കർഷകർക്ക് നഷ്ടപരിഹാരം അനുവദിക്കുക, തരിശുനിലം പണിയുന്നതിനുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കൃത്യസമയത്ത് ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കരിങ്ങാച്ചിറ ബണ്ട് കൃത്യസമയത്ത് നിർമ്മിക്കാതിരിക്കുന്നതുകൊണ്ട് കനാലിലേക്ക് ഉപ്പുവെള്ളം കയറിയത് മൂലം കർഷകർക്ക് അതിരൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുകയും 100 ഏക്കർ സ്ഥലത്തെ നെൽകൃഷി പൂർണ്ണമായും ഉണങ്ങി നശിക്കുകയും ചെയ്തു. ഇതുമൂലം കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ കർഷകർക്ക് കൃത്യസമയത്ത് ലഭിച്ചുകൊണ്ടിരുന്ന ഉഴവുകൂലി സബ്സിഡിയും തരിശു നിലങ്ങൾ പണിയുന്നതിനുള്ള സബ്സിഡിയും നാളിതുവരെയായിട്ടും അനുവദിച്ചിട്ടില്ലെന്നും കർഷകർ ആരോപണം ഉന്നയിച്ചു. ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിനുണ്ട്, നമ്മുടെ പഞ്ചായത്തിനുണ്ട്. ഈ വെള്ളം കയറി ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ച കർഷകർ ഇന്ന് വളരെയധികം ദുരിതത്തിലാണ്. ഇന്ന് കർഷകർ കടക്കണി മൂലം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൃഷിയിൽ നിന്ന് യാതൊരു വരുമാനവും കർഷകർക്ക് കിട്ടുന്നില്ല. നമുക്കറിയാം, ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ സാധിക്കില്ല. ഈ ഭക്ഷ്യോൽപ്പന്നം ഉണ്ടാക്കി തരുന്നത് കർഷകരാണ്. അപ്പൊ കർഷകരെ സഹായിക്കേണ്ട കടമ സർക്കാരിനാണ്. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KN സജീവൻ, നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സാനി ചക്കാലക്കൽ, സംസ്ഥാന സെക്രട്ടറി KN ഗോവിന്ദൻകുട്ടി, സംഘടനാ നേതാക്കളായ TP പരമേശ്വരൻ നമ്പൂതിരി, VA നദീർ, MP സോണി, ജോപി മങ്കിടിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, മാള.